ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. റാണിയ റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചെറിയ 2 സവാളയാണ്. അതുപോലെ തന്നെ കൂന്തലിൻ്റെ തല ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ ആ ഒരു ഉടൽ മാത്രമാണല്ലോ വേണ്ടത് ആവശ്യം. അപ്പോൾ അതിൻ്റെ മിക്സ് കൂടെ ഈ തലയും പിന്നെ അതിൻ്റെ ചെറിയ പീസൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത്. എരിവ് ഞാനിപ്പോൾ കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അതേപോലെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, കാരണം ഞാൻ ഈ ഡിഷ് കാര്യമായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എരിവിനോട് അത്ര വലിയ താല്പര്യമില്ല. അത്യാവശ്യം എരിവ് അത് മാത്രം മതി. അപ്പോൾ ഞാനിത് ഏതായാലും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതാ നല്ല നമ്മുടെ കൂന്തൽ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇപ്പോൾ ഈ ഫില്ലിങ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ മിക്സ് ആക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോനാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഫില്ലിങ്ങിൽ അത്യാവശ്യം ഓയിൽ കുറച്ച് കൂടുതലായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഈ കൂന്തലിൻ്റെ ഉള്ളിലോട്ട് ഈ ഫില്ലിങ് നിറക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത കൂന്തൽ അത്യാവശ്യം ഇടത്തരം വലുപ്പമുള്ള കൂന്തലാണ്. പറ്റ ചെറുതുമല്ല, എന്നാൽ നല്ല വലുതുമല്ല. പക്ഷേ ഈ കൂന്തൽ ഇനിയിപ്പോൾ നമ്മളത് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ആ സമയം ആകുമ്പോഴേക്കും ഈ കൂന്തൽ എന്ത് ചെയ്യും, ഒന്നുകൂടെ ചുരുങ്ങും. അപ്പോൾ അത് കാരണം ഓവറായിട്ട് ഫില്ലിങ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ വെച്ചിട്ട് ഇതൊന്ന് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ബാക്കി എല്ലാ ഫില്ലിങ്ങും ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിന് മുന്നേയും ഞാൻ ഒരു തവണ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, കൂന്തൽ നിറച്ചത്. പലരും പല ടൈപ്പിലാണ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് ഏതായാലും തയ്യാറാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓട്ടപാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് 2 ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പുടിയണ്ണിൻ്റെ ഇല എന്നൊക്കെ പറയും. അപ്പോൾ ആ ഇല അല്ലെങ്കിൽ വാഴയുടെ ഇലയാണെങ്കിൽ അതായാലും മതി. ഇനി അതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ മസാലപ്പൊടികളെല്ലാം എടുത്ത് വയ്ക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മക്കൾക്ക് കുറച്ച് എരിവ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടെ മസാല കുറവായതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒന്നുകൂടെ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ ഇവിടെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മസാല അതിൻ്റെ മുകളിലോട്ടായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് ആദ്യം ഇതിൻ്റെ ഒരെണ്ണം ഫില്ലിങ് ഓവറായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വെച്ച സെയിം പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഓൾറെഡി നല്ല രീതിക്ക് കുക്കായി എടുത്ത കൂന്തലാണ്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ചിലപ്പോൾ ഇതിങ്ങനെ വെളിച്ചെണ്ണ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കാരണം അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.